എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിജിത്ത് തോമനക്കുട്ടൻ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പം നിങ്ങൾ കഥ കേൾക്കാനാണോ കഥ പറയാനാണോ ഇഷ്ടം? ഞാനെനിക്ക് എൻ്റെ കാര്യം പറയാം. എനിക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടം. എനിക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മുന്നിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്രായം പക്വതയും കാര്യങ്ങളും നോക്കത്തില്ല. ഞാൻ ഒരുപാട് സംസാരിക്കും. അതിനുള്ളൊരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. എനിക്കറിയാൻ ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരറിയാവുന്ന കാര്യങ്ങൾ എനിക്കും പറഞ്ഞു തരും. അപ്പോൾ ഒരു പുസ്തകം വായിക്കാൻ നമുക്ക് ഒരുപാട് സമയം എടുക്കും. പക്ഷേ നമ്മളൊരു മനുഷ്യനെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ അനുഭവങ്ങൾ കേട്ട് പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാം നമുക്ക് പെട്ടെന്ന് വരും. അപ്പൊ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ നിങ്ങളോട് ഇന്ന് പറയാൻ പുതിയൊരു കഥയായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പതിയെ കഥയിലോട്ട് പോയാലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കഥയിലെ നായകന്റെ പേരാണ് അപ്പു. അപ്പൊ ഒരു ദിവസം നമ്മുടെ അപ്പുവും കൂട്ടുകാരും എല്ലാം കൂടി നമ്മുടെ ഫോറസ്റ്റ്, അതായത് നമ്മുടെ കാട് കയറാനായിട്ട് ഇറങ്ങി. അങ്ങനെ കാട്ടിലേക്ക് പോകും വഴിയാണെങ്കിൽ അവരൊരു കേന്ദ്രം കണ്ടു. അതായത് നമ്മുടെ ആനകളെയൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ടോ, അതായത് ആനകളെ ചട്ടം പഠിപ്പിക്കുന്നുണ്ടോ. അപ്പോഴത്തേക്ക് അവൻ അവിടേക്ക് ആനകളെ കാണാനായിട്ട് അങ്ങോട്ട് കൂട്ടുകാരത്ത് പോയി. കൂട്ടുകാരത്ത് പോയപ്പോഴത്തേക്ക് അവിടെ വലിയ വലിയ ആനകളൊക്കെ കെട്ടിയെടുക്കുന്നത് ചെറിയ ചെറിയ കയറുകൾ വെച്ച്. അപ്പൊ അവനത് ഭയങ്കര സംശയം, ഇത്രയും വലിയ ആന എന്തുകൊണ്ട് ആ ഒരു ചെറിയ കയറ് പൊട്ടിക്കുന്നില്ല? അതായത് അത്രയും ശക്തനായ ഒരു ആനയ്ക്ക് ആ ചെറിയ കയറ് പൊട്ടിച്ച് ആ ആനയ്ക്ക് ഇഷ്ടമുള്ളതിൽ പോയിക്കൂടെ? ഇങ്ങനെ ഒരുപാട് ചിന്തകൾ അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കാണും. അത് ചിന്തിക്കുന്ന സമയത്താണെങ്കിൽ അവിടുത്തെ ആ ചട്ടം പഠിപ്പിക്കുന്ന ആളെ അപ്പു കാണാനിടയായി. അപ്പം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നത് ചോദിച്ചു, ചേട്ടാ ഈ ആന ഈ ചെറിയ കയറ് വെച്ച് കെട്ടിയിട്ടേക്കുന്നത്, ഈ ആന ഇപ്പൊ എന്താ പൊട്ടിച്ചുകൊണ്ട് പോകാതെ? ആനയ്ക്ക് അത്രയും ശക്തി ഇല്ലാതെ അത്രയും ക്യൂരിയോസിറ്റിയോടെ ആ പരിശീലകന്റെ അടുത്ത് പോയി ചോദിച്ചു. അപ്പൊ പരിശീലകൻ അപ്പുവിനടുത്തൊരു മറുപടിയുണ്ട്. അതായത് ഈ ആനകളെ കുട്ടിക്കാലത്ത് കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഇതിനെ വലിയ വലിപ്പമുള്ള ഒരു കയറ് വെച്ചാണ് കെട്ടിയിടുന്നത്. അപ്പൊ ആ സമയത്ത് ആനയ്ക്ക് ഒരിക്കലും അത് ആ ഒരു വടം പൊട്ടിച്ചു വരാനായിട്ട് പറ്റത്തില്ല, ശക്തി എടുത്തായാലും. അങ്ങനെ ഇതൊരു പക്വത എത്തുന്നവരെ ഈ ഒരു കാര്യം തുറന്നുകൊണ്ടെന്ന് യാതൊരു മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല. നമ്മുടെ ആന കരുതും ഇതിനൊരിക്കലും ഈ ഒരു വടം പൊട്ടിക്കാൻ കഴിയുന്നില്ല. അത് വളർന്ന് വലുതായാലും ആന വിചാരിക്കുന്നത് തനിക്ക് ഒരിക്കലും ആ ഒരു വടം പൊട്ടിക്കാൻ കഴിയില്ലെന്ന് തന്നെ വിചാരിച്ച ആനയിരിക്കുന്നു. ശരിക്കും ഇങ്ങനൊരു മറുപടി കിട്ടിയപ്പോഴത്തേക്ക് അപ്പുവിനെ അത് ഒരുപാട് ചിന്തിപ്പിച്ചു. അതായത് ഇത്രയും ശക്തനായ ആന ഇപ്പോഴും കുട്ടിക്കാലം നടന്ന ആ ഒരു ബന്ധനം പൊട്ടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇപ്പോഴും അത് പൊട്ടിക്കാൻ സാധിക്കില്ല എന്ന് കരുതി ഇപ്പോഴും ആ ബന്ധനത്തിൽ പെട്ടുകിടക്കുന്നത് എന്തുകൊണ്ടെന്ന് അവൻ പിന്നെയും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി അവനൊരു മറുപടി അവന് സ്വന്തം മനസ്സിൽ തന്നെ അവന് കിട്ടി. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ മനുഷ്യന്മാർക്ക് ഒരുപാട് പരാജയങ്ങൾ, ഒരുപാട് തോൽവികൾ എല്ലാം സംഭവിക്കും. അപ്പൊ നമ്മൾ കരുതും, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് കരുതും. ജീവിതത്തിലെ ചെറിയ പരാജയങ്ങൾ കണ്ട് തളർന്നിരിക്കുന്നവരോട് എനിക്കിപ്പോൾ പറയാനുള്ളത്, ആ ആനയ്ക്ക് പറ്റിയ ഒരു അബദ്ധം കണ്ടില്ല. ഇപ്പോഴും ആ കുട്ടിക്കാലത്ത് പറ്റിയ ആ ഒരു ബന്ധനം ഇപ്പോഴും തന്റെ മേലെ ഉണ്ടെന്ന് ധരിച്ച് ആ ആന ഇപ്പോഴും തന്റെ ആ ബന്ധനം പൊട്ടിക്കാൻ നിന്നുകൊണ്ടിരിക്കുക. ഇതിലൊക്കെ തന്നെ ശരിക്കും നിങ്ങളും ഇരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ കരുതുന്നത് നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റത്തില്ല എന്നാണ്. പക്ഷെ അത് വെറും ഒരു കള്ളം മാത്രം. ആ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ടൊരു ധൈര്യം കാണിച്ചു നോക്കി നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. ആ ശക്തനായ മനുഷ്യനെ ഉള്ളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. കൂടുതൽ കഥകളായിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത്, സൈനിങ് ഔട്ട്.